ഹായ്. അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഹ്യൂമൻ സ്കെലറ്റൽ സിസ്റ്റമാണ് പഠിച്ചത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ജോയിൻസ് ആണ്. ജോയിൻസ് ആർ ദ പോയിൻറ്റ്സ് ഓഫ് കോണ്ടാക്ട് ബിറ്റ്വീൻ ബോൺസ് ഓർ ബിറ്റ്വീൻ ബോൺസ് ആൻഡ് കാർട്ടിലേജ്. ബോൺസിനിടയ്ക്ക് അല്ലെങ്കിൽ ബോൺസിന് കാർട്ടിലേജിനും ഇടയ്ക്ക് ഉള്ള പോയിൻ്റ് ഓഫ് കോണ്ടാക്റ്റാണ് ജോയിൻസ് എന്ന് പറയുന്നത്. ജോയിൻസിനെ നമ്മൾ ബ്രോഡായിട്ട് ക്ലാസിഫൈ ചെയ്യുമ്പോൾ മൂന്നായിട്ട് തിരിക്കാം. ഫൈബറസ് ജോയിൻസ് അല്ലെങ്കിൽ അതർവൈസ് നോൺ ആസ് ഇമ്മൂവബിൾ ജോയിൻസ്, ദെൻ ഓർ ഫിക്സഡ് ജോയിൻ്റ് എന്ന് പറയും. ഫൈബറസ് ഓർ ഫിക്സഡ് ഓർ ഇമ്മൂവബിൾ ജോയിൻസ്. Then comes the cartilaginous joints or slightly movable joint. And finally the third one is synovial joints or movable joint or freely movable joints. These are the three types of joints. Joints എന്ന് പറഞ്ഞാൽ എന്താണ്? ബോൺസിൻ്റെ ഇടയ്ക്കുള്ള കോണ്ടാക്ട്, അല്ലെങ്കിൽ ബോൺസിൻ്റെയും കാർട്ടിലേജിൻ്റെ ഇടയ്ക്കുള്ള ആ കോണ്ടാക്ട് സ്പേസ്, അതിനാണ് ജോയിൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഫൈബറസ് ജോയിൻ്റ് എന്ന് പറയുമ്പോൾ ആസ് ദ നെയിം ഇൻഡിക്കേറ്റ്സ്, പേര് കേട്ടാൽ തന്നെ അറിയാം, ഫിക്സഡ് ഓർ ഫൈബറസ് ഓർ ഇമ്മൂവബിൾ ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ മൂവ്മെൻറ്റ് സാധ്യമല്ല. അതാണ് ഇമ്മൂവബിൾ ജോയിൻ്റ് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. അതിന് എക്സാമ്പിൾ പറയുന്നത് നമ്മുടെ സ്കള്ളിലെ ബോൺസ് ഇല്ലേ, ആ ബോൺസിൻ്റെ ഇടയ്ക്കുള്ള ആർട്ടിക്കുലേഷൻ, ബോൺസ് തമ്മിൽ ജോയിൻ ചെയ്ത് വെച്ചിരിക്കുകയല്ലേ ചെയ്യുന്നത്. നോക്കിയേ, ഇങ്ങനെ ഒരു ബോൺ, ഇപ്പുറത്തിങ്ങനെ ഒരു ബോൺ, ആ ബോൺസ് തമ്മിൽ ആർട്ടിക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കുള്ള ആർട്ടിക്കുലേഷൻ എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര ടൈറ്റ്ലി ബൗണ്ടാണ്. അതായത് അവിടെ ഒരു മൂവ്മെൻറ്റും സാധ്യമല്ല. അപ്പോൾ അങ്ങനത്തെ ബോൺസിന് നമ്മൾ പറയുന്ന പേരാണ് ഇമ്മൂവബിൾ ജോയിൻറ്റ്സ്. അങ്ങനത്തെ ജോയിൻറ്റ്സിന് പറയുന്ന പേരാണ്. അതവിടെ ജോയിൻ്റ് ഉണ്ട്, ബോൺ കണക്ഷനാണ്, പോയിൻ്റ് ഓഫ് അറ്റാച്ച്മെൻ്റ് ആണ്, പക്ഷെ അവിടെ മൂവ്മെൻറ്റ് പോസിബിൾ അല്ല. അതാണ് ഇമ്മൂവബിൾ ജോയിൻറ്റ്സ്. ദെൻ കംസ് ദ കാർട്ടിലേജിനസ് ജോയിൻറ്റ്, ദറ്റ് ഇസ് സ്ലൈറ്റ്ലി മൂവബിൾ. അതായത് ഇവിടെ മൂവ്മെൻറ്റ് സാധ്യമാണ് ടു എ പെർട്ടിക്കുലർ എക്സ്റ്റെൻറ്റ്. ദറ്റ് ഈസ് ബോൺസ് ആർ ജോയിൻ ടുഗെദർ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാർട്ടിലേജ്. ഇവിടെ ബോൺസ് ജോയിൻ ചെയ്തിരിക്കുന്നത് കാർട്ടിലേജ് കൊണ്ടാണ്. അതിന് എക്സാമ്പിൾ പറയുന്നത് ബിറ്റ്വീൻ ദ അഡ്ജസൻറ്റ് വേർട്ടിബ്രേ. നമ്മൾ പറഞ്ഞതാണ് വേർട്ടിബ്രൽ കോളത്തിൽ സെർവിക്കൽ വേർട്ടിബ്രേ, തൊറാസിക് വേർട്ടിബ്രേ, ലംബാർ ആൻഡ് സേക്രൽ, ലാസ്റ്റ് വൺ ഇസ് കോക്സീജിയൽ വേർട്ടിബ്രേ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഓരോ വേർട്ടിബ്രയുടെയും ഇടയ്ക്കുള്ള ജോയിൻസ്, അതാണ് സ്ലൈറ്റ്ലി മൂവബിൾ ജോയിൻറ്റ്. നിങ്ങളുടെ വേർട്ടിബ്രൽ കോളം ഒന്ന് മൂവ് ചെയ്ത് നോക്കിയാൽ നമുക്ക് ഒരു പരിധി വരെ അത് മൂവ് ചെയ്യാൻ പറ്റും. ഫുൾ ഇങ്ങനെ 360 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്യാനൊന്നും പറ്റില്ല, എന്നാലും ഒരു പരിധി വരെ മൂവ് ചെയ്യാൻ പറ്റും. അതാണ് കുറച്ചൊക്കെ, അതാണ് സ്ലൈറ്റ്ലി മൂവബിൾ ജോയിൻ്റ് എന്ന് പറയുന്നത്. ദെൻ കംസ് ദ സൈനോവിയൽ ജോയിൻറ്റ് ഓർ ഫ്രീലി മൂവബിൾ ജോയിൻറ്റ്. ആ പേര് പറയുന്ന പോലെ ദേ ആർ ക്യാരക്ടറൈസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് എ ഫ്ലൂയിഡ് ഫിൽഡ് സൈനോവിയൽ ക്യാവിറ്റി. അപ്പോൾ ഈ രണ്ട് ബോൺസിൻ്റെ ഇടയ്ക്ക് ആ ആർട്ടിക്കുലേറ്റിംഗ് സർഫസിൽ ഒരു ഫ്ലൂയിഡ് ഫിൽഡ് ആയിട്ടുള്ള സൈനോവിയൽ ക്യാവിറ്റി ഉണ്ട്, കാണാമെന്ന് വിചാരിക്കുന്നു. ഇതാണ് രണ്ട് ബോൺ, ഇതിൻ്റെ ഇടയ്ക്കുള്ളതാണ്. ഇവിടെ ഒരു സൈനോവിയൽ ക്യാവിറ്റി ഉണ്ട്, അവിടെ സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട്. അങ്ങനെയുള്ളതാണ് മൂവബിൾ ജോയിൻറ്റ്. അപ്പോൾ അവർ നന്നായി മൂവ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. സൈനോവിയൽ ജോയിൻറ്റ് തന്നെ പലതരത്തിലുണ്ട്. ബോൾ ആൻഡ് സോക്കറ്റ്, അത് നമ്മൾ കേട്ടിട്ടുള്ളതായിരിക്കും, ബോൾ ആൻഡ് സോക്കറ്റ്. ദെൻ ഹിഞ്ച്, പിവറ്റ്, ഗ്ലൈഡിങ്, സാഡിൽ. ഇങ്ങനെ 5 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സൈനോവിയൽ ജോയിൻറ്റ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഷോൾഡർ ജോയിൻറ്റും ഹിപ്പ് ജോയിൻറ്റും. ഷോൾഡറും ഹിപ്പും, നമ്മുടെ കൈ ഒന്ന് ആലോചിച്ച് നോക്കിയേ, കൈ നമുക്ക് നന്നായി തിരിക്കാൻ പറ്റുന്നില്ലേ? നിങ്ങളൊന്ന് കൈ ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് നോക്കിയാൽ റൊട്ടേഷണൽ മോഷനൊക്കെ പോസിബിൾ അല്ലേ? അപ്പോൾ അത് ഫ്രീലി മൂവബിൾ ജോയിൻ്റ് ആണ്. അവിടെയുള്ളതാണ് ബോൾ ആൻഡ് സോക്കറ്റ്. നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ ഹ്യൂമറസിൻ്റെയും അതുപോലെ തന്നെ, ഹ്യൂമറസ് എന്ന് പറഞ്ഞാൽ എവിടെയുള്ള ബോണാണ്? 4 ലിംസ്, കയ്യിൽ. ഹ്യൂമറസിലെ അവിടെ ഒരു ഹെഡ് ഉണ്ട്, ഹ്യൂമറസിൻ്റെ ഒരു അറ്റത്തൊരു ഹെഡ് ഉണ്ട്. ആ ഹെഡ് ഗ്ലീനോയിഡ് ക്യാവിറ്റിയിലേക്ക്, പെക്ടറൽ ഗേർഡിൻ്റെ ഗ്ലീനോയിഡ് ക്യാവിറ്റിയിലേക്ക് അറ്റാച്ച് വച്ചിരിക്കുകയാണ്. അപ്പോൾ ഹ്യൂമറസിൻ്റെ ഹെഡ് എന്ന് പറഞ്ഞാൽ ഒരു ബോൾ പോലെയാണ്. അതൊരു സോക്കറ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുഴിയിലേക്ക് കയറ്റി വെച്ചിരിക്കുക. ആ കുഴിയാണ് ആര്? ഗ്ലീനോയിഡ് ക്യാവിറ്റി. അതുപോലെ ഫീമറിൻ്റെ ഹെഡ് അസെറ്റാബുലം, ഫീമറിൻ്റെ ഹെഡും ബോൾ പോലെയാണ്. ദറ്റ് ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ അസെറ്റാബുലം, അതൊരു സോക്കറ്റാണ്. അപ്പോൾ അത് ബോൾ ആൻഡ് സോക്കറ്റ് ജോയിൻറ്റ്. ഷോൾഡർ ജോയിൻറ്റ് ആൻഡ് ഹിപ്പ് ജോയിൻറ്റ്. ഇതാണ് ഷോൾഡർ ജോയിൻറ്റും ഹിപ്പ് ജോയിൻറ്റും, ഇടുപ്പെല്ലും തോളെല്ലും. Then comes the hinge joint.
ഹിഞ്ച് ജോയിൻ്റെ എക്സാമ്പിളാണ് നീ, മുട്ടിൻ്റെ അവിടെയുള്ള ജോയിൻറ്റ്. അതുപോലെ എൽബോ ജോയിൻറ്റ്, കൈമുട്ടും കാൽമുട്ടും. അത് ഒരു ഡയറക്ഷനിൽ ഒരു പരിധി വരെ മൂവ് ചെയ്യാൻ പറ്റും. അതാണ് നീ ജോയിൻറ്റ്, ഹിഞ്ച് ജോയിൻ്റ് എന്ന് പറയുന്നത്. ദെൻ പിവറ്റ് ജോയിൻറ്റ്. പിവറ്റ് ജോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റ്ലസും ആക്സസും തമ്മിൽ, അതായത് ഫസ്റ്റ് വേർട്ടിബ്രയും സെക്കൻഡ് വേർട്ടിബ്രയും, അല്ലെങ്കിൽ സ്കള്ളും ഫസ്റ്റ് വേർട്ടിബ്രയും അറ്റ്ലസും തമ്മിൽ. സ്കള്ളിന് ഒരു പരിധി വരെയുള്ള റൊട്ടേഷണൽ മൂവ്മെൻറ്റ്സ് ഒക്കെ പോസിബിൾ അല്ലേ, അതാണ് പിവറ്റ് ജോയിൻ്റ് എന്ന് പറയുന്നത്. ദെൻ കംസ് ദ ഗ്ലൈഡിംഗ് ജോയിൻറ്റ്, ദാറ്റ് ഈസ് ബിറ്റ്വീൻ ദ കാർപ്പൽസ്. ദെൻ സാഡിൽ ജോയിൻറ്റ്, ദാറ്റ് ഈസ് ബിറ്റ്വീൻ കാർപ്പൽ ആൻഡ് മെറ്റാകാർപ്പൽ ഓഫ് തമ്പ്. തമ്പിൻ്റെ കാർപ്പലും മെറ്റാകാർപ്പലും, അതാണ് സാഡിൽ ജോയിൻറ്റ്. ദീസ് ആർ ദ 5 ടൈപ്സ് ഓഫ് ജോയിൻറ്റ്സ്. അപ്പോൾ ജോയിൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോയിൻറ്റ്സ് പോയിൻ്റ് ഓഫ് കോൺടാക്ട് ബിറ്റ്വീൻ ബോൺസ് അല്ലെങ്കിൽ ബോൺസും കാർട്ടിലേജും തമ്മിൽ. 3 തരത്തിലാണ് തരംതിരിക്കുക: ഫൈബറസ് അല്ലെങ്കിൽ ഇമ്മൂവബിൾ, സ്ലൈറ്റ്ലി മൂവബിൾ ആൻഡ് ഫ്രീലി മൂവബിൾ. ഫ്രീലി മൂവബിൾ മീൻസ് എക്സാമ്പിൾ സ്കള്ളിൻ്റെ ആണ്, അതിൻ്റെ ഇടയ്ക്ക് മൂവ്മെൻറ്റ് പോസിബിൾ അല്ല. സ്യൂച്ചേഴ്സ് കൊണ്ട് അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുകയാണ് നമ്മുടെ സ്കള്ളിലെ ബോൺസ് എന്ന് പറയുന്നത്. അത് ടൈറ്റ്ലി പാക്ഡ് ആണ്. ദെൻ കാർട്ടിലേജസ് ജോയിൻറ്റ്സ്, ദേ ആർ സ്ലൈറ്റ്ലി മൂവബിൾ. എക്സാമ്പിൾ പറയുന്നത് ജോയിൻറ്റ്സ് ബിറ്റ്വീൻ ദ വേർട്ടിബ്രേ. ദെൻ സൈനോവിയൽ അല്ലെങ്കിൽ ജോയിൻറ്റ്സ് എന്ന് പറയാൻ കാരണം അവിടെ സൈനോവിയൽ ഫ്ലൂയിഡ് ഉണ്ട്. ഇറ്റ് ഈസ് ഫ്രീലി മൂവബിൾ. സൈനോവിയൽ ജോയിൻറ്റ്സ് ക്യാൻ ബി ഓഫ് 5 ടൈപ്സ്: ബോൾ ആൻഡ് സോക്കറ്റ്, ഷോൾഡർ ജോയിൻറ്റും ഹിപ്പ് ജോയിൻറ്റും, ഹിഞ്ച് ജോയിൻറ്റ്, അതായത് 2 മുട്ടും, കൈമുട്ടും കാൽമുട്ടും, നീ ആൻഡ് എൽബോ, പിവറ്റ് ജോയിൻറ്റ് ബിറ്റ്വീൻ അറ്റ്ലസ് ആൻഡ് ആക്സസ് ഓർ സ്കൾ ആൻഡ് അറ്റ്ലസ്, gliding joint between carpals, and saddle between carpal and metacarpal. Then finally comes the disorders of muscular and skeletal system. മസിൽസിൻ്റെയും സ്കെലിറ്റൽ സ്ട്രക്ചേഴ്സിൻ്റെയൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഡിസോർഡേഴ്സ്. ഫസ്റ്റ് വൺ ഇസ് മയാസ്തേനിയ ഗ്രേവിസ്. ഇറ്റ് ഇസ് എൻ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിലെ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഇമ്മ്യൂൺ സിസ്റ്റം എന്ന് പറയുന്നത്. ഇമ്മ്യൂണിറ്റി മീൻസ് എബിലിറ്റി ടു റെസിസ്റ്റ് എഗൻസ്റ്റ് പാത്തജൻസ് ഓർ ആൻറ്റിജൻസ്. പാത്തജൻസ് അല്ലെങ്കിൽ ആൻറ്റിജൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ശരീരത്തിലെ നോർമൽ ഹെൽത്തി സ്റ്റേറ്റിനെ ഡീവിയേറ്റ് ചെയ്യാൻ കഴിവുള്ള എന്തിനേയും, വെദർ ഇറ്റ് ഈസ് ലിവിങ് ഓർ നോൺ ലിവിങ്, ഇറ്റ് ഈസ് കോൾഡ് ആൻറ്റിജൻ. വെൻ ഇറ്റ് ഈസ് ലിവിങ്, ഇറ്റ് ഈസ് കോൾഡ് പാത്തജൻ. അപ്പോൾ നമ്മുടെ നോർമൽ ഹെൽത്തി സ്റ്റേറ്റിനെ ഡീവിയേറ്റ് ചെയ്യുന്ന എന്തെങ്കിലും സാധനം, അപ്പോൾ ആ ആൻറ്റിജനെ ബോഡിക്ക് തിരിച്ചറിയാൻ പറ്റും. ആൻഡ് ദ ബോഡി ക്യാൻ പ്രൊഡ്യൂസ് certain immune responses against this particular antigen. ആൻറ്റിജനെതിരെ ബോഡി കുറേ റിയാക്ഷൻസ് നടത്തും. അതാണ് ഇമ്മ്യൂൺ റെസ്പോൺസസ് എന്ന് പറയുന്നത്. രോഗപ്രതിരോധ ശേഷി നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിലുണ്ട്. പക്ഷേ ചില ആൾക്കാരിൽ ചില പെർട്ടിക്കുലർ സെൽസിനെ നമ്മുടെ ബോഡിക്കൊരു പ്രത്യേകതയുണ്ട്. പുറമേ നിന്ന് വരുന്ന സെല്ലിനെയും അവനവൻ്റെ സെല്ലിനെയും, അതായത് ഡിസ്റ്റിങ്ക്യൂഷ് ബിറ്റ്വീൻ സെൽഫ് ആൻഡ് നോൺ സെൽഫ് എന്ന് പറയും. സ്വന്തം സെല്ലിനെയും പുറത്തുനിന്ന് വരുന്ന ഒരു സെല്ലിനെയും ഡിഫറൻഷ്യേറ്റ് ചെയ്യാൻ, വ്യത്യാസപ്പെടുത്തി ഇത് പുറത്തുനിന്ന് വരുന്നതാണ് എന്ന് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നമ്മുടെ ശരീരത്തിനുണ്ട്. ഇൻ സം കേസസ് റിഗാർഡിങ് സം സെൽസ് ദിസ് പ്രോപ്പർട്ടി വിൽ ബി ലോസ്റ്റ്. അതായത് ചില സമയത്ത് ചില പെർട്ടിക്കുലർ സെല്ലിൻ്റെ കേസിൽ ഈ പ്രോപ്പർട്ടി നഷ്ടപ്പെടും. അതായത് ബോഡി ഈസ് അൺഎബിൾ ടു ഡിസ്റ്റിങ്ക്യൂഷ് ബിറ്റ്വീൻ സെൽഫ് ആൻഡ് നോൺ സെൽഫ്. നമ്മുടെ ഏത് ഫോറിൻ ഏതെന്ന് തിരിച്ചറിയാൻ പറ്റാതാവും. അപ്പോൾ എന്ത് ചെയ്യും? ബോഡി വിൽ പ്രൊഡ്യൂസ് ദിസ് ഇമ്മ്യൂൺ റിയാക്ഷൻസ് എഗൻസ്റ്റ് സെൽഫ് സെൽസ്. നമ്മുടെ സ്വന്തം സെൽസിനെതിരെ ബോഡി ഇമ്മ്യൂൺ റിയാക്ഷൻസ് നടത്തും. ആൻഡ് ദാറ്റ് കൈൻഡ് ഓഫ് ഡിസോർഡേഴ്സ് ആർ കോൾഡ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ. മനസ്സിലായോ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്താണെന്ന്? നമ്മുടെ സ്വന്തം സെല്ലിനെ ഫോറിനായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് അതിനെതിരെ ഇമ്മ്യൂൺ റെസ്പോൺസസ് ഉണ്ടാക്കുന്നതിനെയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് പറയാം. ഇറ്റ് അഫക്ട്സ്, ഇപ്പോൾ ഈ പെർട്ടിക്കുലർ ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ദാറ്റ് ഇസ് മയസ്തീനിയ ഗ്രേവിസ്, ഇറ്റ് അഫക്ട്സ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ. അത് ന്യൂറോ മസ്കുലർ ജംഗ്ഷനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞതാണ്, ഇതാണ് ന്യൂറോ മസ്കുലർ ജംഗ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇറ്റ് ലീഡ്സ് ടു ഫറ്റീഗ്, വീക്കനിങ് ആൻഡ് പാരാലിസിസ് ഓഫ് സ്കെലിറ്റൽ മസിൽസ്. അപ്പോൾ എന്ത് പറ്റും? ന്യൂറോ മസ്കുലർ ജംഗ്ഷനിലാണ് പ്രശ്നം പറ്റുന്നത്. അപ്പോൾ ഫറ്റീഗ് ഉണ്ടാവും,
വീക്കനിങ്, സ്കെലറ്റൽ മസിൽസ് വീക്കാവും, പാരാലിസിസ്, സ്കെലറ്റൽ മസിൽസ് ശരിക്കും ആക്ട് ചെയ്യാതാവും. Then comes the muscular dystrophy. There is a progressive degeneration of skeletal muscles. Skeletal muscles degenerate ചെയ്യുക, അത് നശിച്ചുപോയിക്കൊണ്ടേയിരിക്കുക. അതാണ് മസ്കുലർ ഡിസ്ട്രോഫി എന്ന് പറയുന്നത്. അത് സാധാരണ ജനറ്റിക് റീസൺസ് ആണ് അതിന് കാരണം. ക്രോമസോമൽ വേരിയേഷൻസ് അല്ലെങ്കിൽ മ്യൂട്ടേഷൻസ് ഒക്കെയാണ് മസ്കുലർ ഡിസ്ട്രോഫിക്ക് കാരണം. വേരിയേഷൻ ഇൻ ദ ജനറ്റിക് ലെവൽ. Then tetany. It is a rapid spasm in muscle due to the low calcium in body fluid. അതായത് മസിലിൽ വരുന്ന പെട്ടെന്ന് വരുന്ന പെയിൻ അല്ലെങ്കിൽ പെട്ടെന്ന് വരുന്ന ഡിസോർഡേഴ്സ്. അതിന് കാരണം ലോ കാൽഷ്യം ലെവലായിരിക്കും. നമ്മൾ പറയുന്നതാണ് മസിൽ കോൺട്രാക്ഷൻ അത്യാവശ്യമായിട്ടുള്ള ഒരു ഘടകമാണ്, ഒരു ഫാക്ടറാണ് കാൽഷ്യം എന്ന് പറയുന്നത്. മസിൽ കോൺട്രാക്ഷനും അതുപോലെ വേറൊരു സ്ഥലത്ത് കാൽഷ്യം പഠിച്ചിട്ടുണ്ടല്ലോ, എവിടെയാ? ബ്ലഡ് ക്ലോട്ടിങ്ങിൽ. അപ്പോൾ ഈ കാൽഷ്യം കുറഞ്ഞു കഴിഞ്ഞാൽ മസിൽ സ്പാസം, മസിലുകൾക്ക് പെയിൻ, അതുപോലെ തന്നെ മസിൽ ഡീഫോമിറ്റീസ് ഒക്കെ ഉണ്ടാവും. അതാണ് ടെറ്റനി എന്ന് പറയുന്നത്. ദെൻ ആർത്രൈറ്റിസ്, അത് ജോയിൻസിൻ്റെ ഇൻഫ്ലമേഷനാണ്, നീർവീക്കം. ഓസ്റ്റിയോപ്രോസിസ്, അത് വളരെ കോമൺ ആയിട്ട് കേൾക്കുന്ന ഒരു പേരാണ്. ഏജ് റിലേറ്റഡ് ഡിസോർഡറാണ്. ക്യാരക്ടറൈസ്ഡ് ബൈ ഡിക്രീസ്ഡ് ബോൺ മാസ് ആൻഡ് ഇൻക്രീസ്ഡ് ചാൻസ് ഓഫ് ഫ്രാക്ചേഴ്സ്. അതായത് പ്രത്യേകിച്ചും സ്ത്രീകളിലൊക്കെ കാണുന്നതാണ്. എല്ലിൻ്റെ ബലം, അതായത് ഡിക്രീസ്ഡ് ബോൺ മാസ്, എല്ല് ഓസ്റ്റിയോപൊറോസിസ്. നോർമലി ഒരു പോറസ് പോലത്തെ സ്ട്രക്ചറാണ്, പക്ഷെ അവിടുത്തെ പോസ് സ്ട്രക്ചർ കൂടുക, അതായത് ബോണിൻ്റെ മാസ് കുറയുക. അതൊരു ഏജ് റിലേറ്റഡ് ഫാക്ടറാണ് സാധാരണഗതി. സ്ത്രീകളിൽ ഒരു ആഫ്റ്റർ മെനപ്പോസ് ഈസ്ട്രജൻ്റെ അളവ് വളരെ കുറയാൻ തുടങ്ങും. അപ്പോൾ ഈസ്ട്രജൻ ഈ മസിൽ കാൽഷ്യം ഡെപ്പോസിഷനൊക്കെ സഹായിക്കുന്ന ഒരു സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ മസിൽ സ്ട്രെങ്തനിങ്ങിന് സഹായിക്കുന്ന, മസിൽ ഡെപ്പോസിഷന് സഹായിക്കുന്ന, മസിൽ ടിഷ്യൂടെ ഡെപ്പോസിഷന് സഹായിക്കുന്ന ഒരു ഫാക്ടറാണ് ഈസ്ട്രജൻ. ഈസ്ട്രജൻ കുറയുമ്പോൾ എന്ത് സംഭവിക്കും? ആ മസിലിൻ്റെ ഡെവലപ്മെൻറ്റും അല്ലെങ്കിൽ മസിൽ ഫോമേഷൻ അല്ലെങ്കിൽ ബോൺ മാസ് അത് വളരെ വീക്കായിട്ട് മാറും. കാൽഷ്യം ലെവലൊക്കെ കുറയാൻ തുടങ്ങും. അങ്ങനെ ഡിക്രീസ്ഡ് ബോൺ മാസായി പെട്ടെന്ന് എല്ലുകൾ ഒടിയാനുള്ള സാധ്യത കൂടും. അതാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. ദെൻ കംസ് ദ ഗൗട്ട്. ഇറ്റ് ഈസ് ദ ഇൻഫ്ലമേഷൻ ഓഫ് ജോയിൻറ്റ്സ് ഡ്യൂ ടു ദ അക്കുമുലേഷൻ ഓഫ് യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ്. കണ്ടോ, യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് ഇവിടെ അക്കുമുലേറ്റ് ചെയ്യുമ്പോൾ ആ പെർട്ടിക്കുലർ ജോയിൻ്റ് ഇൻഫ്ലമേഷൻ, നീർവീക്കം ഉണ്ടാവും. അതാണ് ഗൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഡിസോർഡേഴ്സ് റിലേറ്റഡ് ടു മസ്കുലർ ആൻഡ് സ്കെലറ്റൽ സിസ്റ്റം. ഏതൊക്കെയാണ്? മയസ്തേനിയ ഗ്രേവിസ്, അത് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ്. എന്താണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ എന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു. മസ്കുലർ ഡിസ്ട്രോഫി, ദെൻ ടെറ്റനി, ആർത്രൈറ്റിസ് ആൻഡ് ഓസ്റ്റിയോപൊറോസിസ് ആൻഡ് ഗൗട്ട്.